ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. പാചകവാതക വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം നിർത്തിയത് സംസ്ഥാനത്തെ ഹോട്ടലുകളെയും കാറ്ററിംഗ് സ്ഥാപനങ്ങളെയും ബാധിക്കുമെന്ന ആശങ്ക. സിലിണ്ടറുകൾ ആവശ്യപ്പെട്ട സ്ഥാപനങ്ങളോട് എണ്ണക്കമ്പനികളുടെ നിയന്ത്രണം പറഞ്ഞ് ഏജൻസികൾ കൈമലർത്തുകയാണെന്നാണ് ആക്ഷേപം. ഇതോടെ വീണ്ടും വിറകടുപ്പിനെ ആശ്രയിക്കേണ്ട സ്ഥിതി വരുമോ എന്ന ആശങ്കയിലാണ് ഭക്ഷണ വിതരണ മേഖല. ഇറാൻ, ഇസ്രായേൽ, US സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള പ്രധാന ഊർജ്ജ ഗതാഗത പാതകളിലുണ്ടായ തടസ്സമാണ് ഇന്ത്യയിലെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പശ്ചിമേഷ്യൻ യുദ്ധം ഇത്ര പെട്ടെന്ന് നമ്മൾ കേരളത്തെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഒട്ടാകെ ബാധിച്ചിട്ടുണ്ട്. എണ്ണ കമ്പനികൾ പൂർണ്ണമായിട്ടും ഈ വ്യവസായങ്ങൾക്കുള്ള, പ്രത്യേകിച്ച് ഹോട്ടലുകൾക്കുള്ള ഫില്ലിങ് നിർത്തിയായിട്ട് സംഘടനയെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതുമൂലം കേരളത്തിലെ നിരവധി ഹോട്ടലുകൾ പൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലും കുറേ പൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഏകദേശം ഒരു 30-40% പൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്കും ഈ റംസാൻ മാസത്തിൻ്റെ വിഷയമായതുകൊണ്ട് മലബാറിലെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. തെക്കൻ മേഖലകളിൽ വമ്പിച്ച പ്രതിസന്ധി അനുഭവപ്പെട്ടുകൊണ്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോട്ടൽ മേഖല എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊതുജനങ്ങളെ, ഹോട്ടലുകളെ ആശ്രയിച്ചിട്ടാണ് ഈ പൊതുജനങ്ങൾ തന്നെ ജീവിക്കുന്നത്. അവർക്ക് ഈ പുറത്തിറങ്ങി ഒരുപാട് ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു ആശ്രയ കേന്ദ്രമാണല്ലോ ഹോട്ടലുകൾ. അവിടെ ഹോട്ടലുകൾ അടച്ചിട്ടാൽ ഈ യാത്രക്കാരായ ആളുകൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഈ യുദ്ധം മൂലം നമ്മൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ഇത്ര പെട്ടെന്നുള്ളൊരു പ്രതിസന്ധി ആദ്യമായിട്ടാണ്. ഒരു പെട്ടെന്ന് സഡൻ ബ്രേക്ക് എന്ന പോലെയാണ് ഇപ്പോൾ ഗ്യാസ് നിന്നിട്ടുള്ളത്. ഉപഭോഗത്തിനുള്ള 65% LPGയും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതിൽ തന്നെ 90% വാങ്ങുന്നത് സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. യുദ്ധത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്കുനീക്കം തടസ്സപ്പെട്ടതാണ് LPG പ്രതിസന്ധിക്ക് പ്രധാന കാരണം. രാജ്യാന്തര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലെത്തിയതും പാചകവാതക വിതരണ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. പ്രതിസന്ധി നേരിടാൻ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം പൂർണ്ണമായും ഗാർഹിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാനാണ് കേന്ദ്ര തീരുമാനം. വീട്ടിലിപ്പോൾ നമ്മൾ ഗാർഹിക ആവശ്യത്തിന് ഒരു ഗ്യാസ് നമ്മൾ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഗ്യാസ് ഇല്ലെങ്കിൽ ഭയങ്കര ഇപ്പം അത് അടച്ചിടേണ്ട ഒരു അവസ്ഥ വരെ വരുന്ന ഒരു അവസ്ഥയൊക്കെയാണ് പോണത്. ഇറക്കുമതി ചെയ്യുന്ന LPG വിതരണത്തിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകാനും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയുന്നതിനായി സിലിണ്ടർ ബുക്കിംഗുകൾക്കിടയിൽ 25 ദിവസത്തെ ഇടവേളയും മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാചകവാതക വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം നിർത്തിയത് സംസ്ഥാനത്തെ ഹോട്ടലുകളെയും കാറ്ററിംഗ് സ്ഥാപനങ്ങളെയും ബാധിച്ചു തുടങ്ങിയതും ഏറെ ആശങ്കയാണ്. യുദ്ധം അടുക്കളയിൽ വരെ എത്തിയ സാഹചര്യത്തിൽ ഗാർഹിക LPG ബുക്ക് ചെയ്താൽ കിട്ടാനും താമസമായിരിക്കും. യുദ്ധം ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരിക.